സർവോദയ സമൂഹം രൂപപ്പെടുന്നതിന് സർവോദയ ദർശനം പ്രയോഗത്തിൽ വരുന്നതിനും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സർവോദയത്തിൻ്റെ ഒരു സാമൂഹിക വീക്ഷണം എന്ന് പറയുന്നത്. ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസം നല്ല വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സർവോദയത്തിൻ്റെ ഒരു രീതി. എല്ലാ വ്യക്തികളിലും കഴിവുകളുണ്ട്, മികവുകളുണ്ട്, നൈപുണികളുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിക്കും പ്രത്യേക അഭിരുചികളുണ്ട്. അഭിരുചിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ വ്യക്തമായിട്ടുള്ള കഴിവുകളെയും അതുപോലെ തന്നെ നൈപുണികളെയും വികസിപ്പിക്കാൻ പര്യാപ്തമായ രീതിയിൽ പ്രവൃത്തിയിലൂടെയുള്ള വിദ്യാഭ്യാസം വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരിലുള്ളിലുള്ള നല്ല കഴിവുകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. സർവോദയ സാമൂഹ്യ വീക്ഷണപ്രകാരം വ്യക്തികളാണ് ആദ്യം നന്നാക്കേണ്ടത്. വ്യക്തികൾ നല്ലതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വ്യക്തികളുള്ള സമൂഹം നല്ലതായിട്ട് തീരും എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് വ്യക്തികൾക്ക് നല്ലതാവാൻ സാധിക്കുക? വിദ്യാഭ്യാസത്തിലൂടെ നടക്കേണ്ട പ്രക്രിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാകുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒരുപോലെ നല്ലതാക്കി മാറ്റുക എന്നർത്ഥം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമായ രീതിയിൽ ഒരു വ്യക്തി ചിന്തിക്കുകയും ചിന്തിക്കുന്നതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ പറയുകയും ആ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ത്രിതലത്തിലുള്ള ഒരു ഏകോപനം, വാക്കും പ്രവൃത്തിയും ചിന്തയും സത്യധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് ഒരു വികസിത വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് സർവോദയ സാമൂഹ്യ വീക്ഷണത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുക. ഇത്തരം നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുമ്പോൾ വാക്കും പ്രവൃത്തിയും ചിന്തയും നല്ല ഒരു രീതിയിലേക്ക് നിലനിർത്താൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ, ആർത്തികൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സ്വാർത്ഥത കലർന്ന വലിയ ആർത്തികൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത്തരം മോഹങ്ങൾ വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ തന്നെ അതിനെ പ്രതിരോധിക്കാനും ആത്മനിയന്ത്രണം കൊണ്ട് അത്തരം ചിന്തകളെ ഒഴിവാക്കാനും സമൂഹത്തിന് ഗുണകരമായ നിസ്വാർത്ഥമായ രീതിയിൽ മനസ്സിനെയും ചിന്തയെയും വാക്കിനെയും നിലനിർത്താനായിട്ട് ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് കഴിയും. ആർത്തിയെ ഒഴിവാക്കാൻ കഴിവുള്ള കെൽപ്പുള്ള വ്യക്തികളായിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരം സമൂഹത്തിൽ രൂപപ്പെട്ട് വരിക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനസ്സും വാക്കും പ്രവൃത്തിയുമുള്ള വ്യക്തികൾക്ക് അവരുടെ മനസ്സാക്ഷിയെ കേൾക്കാനായിട്ട് സാധിക്കും. മനസ്സാക്ഷി എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ ആ കാര്യം തെറ്റായ കാര്യമാണെങ്കിൽ ഉടനെ മനസ്സാക്ഷി പറയും, ഇത് വേണ്ട, ചെയ്യണ്ട കേട്ടോ എന്ന് പറയും. നല്ല കാര്യമാണെങ്കിൽ ശരിയാണ്, ചെയ്തോളൂ, മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുന്ന കാര്യമല്ലേ എന്ന് മനസ്സാക്ഷി പറയും. അപ്പോൾ ഈ മനസ്സാക്ഷി വളരെ ചെറിയ ശബ്ദത്തിൽ പറയുന്നതിനെ ആ ഉള്ളിൻ്റെ ശബ്ദത്തെ കേൾക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മനഃശുദ്ധിയുള്ള വ്യക്തികൾക്കാണ് എളുപ്പം സാധിക്കുക എന്നർത്ഥം. അപ്പോൾ അവർക്ക് അത് കേൾക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, മനസ്സാക്ഷി പറയുന്നതിനെ പ്രാവർത്തികമാക്കാനുള്ള ആത്മനിയന്ത്രണവും ആത്മധൈര്യവും ഇത്തരം മനസ്സാക്ഷിയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകും എന്ന് മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കാൻ കഴിവുള്ള വ്യക്തികൾക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ധീരന്മാരായ വ്യക്തികൾ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ, മനസ്സാക്ഷിക്കനുസരിച്ച് പറയുന്ന വ്യക്തികൾ ഉണ്ടാകുന്നു. അത്തരം സമൂഹം സ്വാഭാവികമായിട്ടും വിശുദ്ധമായ സമൂഹമായിട്ട് മാറും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്തരം വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തം കടമകൾ അവർ നിർവഹിക്കാൻ സദാ സന്നദ്ധരായിരിക്കും. ആദ്യം തന്നെ തൻ്റെ കടമകൾ നിർവഹിക്കുന്നു, പിന്നീടാണ് തൻ്റെ അവകാശങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. ആദ്യ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. സ്വന്തം കടമകൾ, അത് പിതാവിൻ്റെ, മാതാവിൻ്റെ, അല്ലെങ്കിൽ അച്ഛൻ്റെ, മകൻ്റെ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ, പൊതുപ്രവർത്തകൻ്റെ ഏത് റോളിലാണെങ്കിലും സ്വന്തം കടമകൾ ആദ്യം നിർവഹിക്കുകയും അതിനെ തുടർന്ന് അവകാശത്തിന് അർഹത നേടുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയാണ് സർവോദയ സമൂഹത്തിലെ വ്യക്തികൾ പാലിക്കുന്നത്. അപ്പോൾ സദാ കടമകൾ നിർവഹിക്കാനായിട്ട് തയ്യാറുള്ള വ്യക്തിത്വം, ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടാകുമ്പോൾ അവർക്ക് ബോധ്യമുണ്ട് താൻ മനുഷ്യകുലത്തിൽ ജനിച്ച ആളുകളാണ്,
ദൈവം എന്തു തന്നെയായാലും മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വിശേഷപ്പെട്ട ബുദ്ധിയും സ്വതന്ത്രമായ കൈകളും നിവർന്നു നിൽക്കുന്ന നട്ടെല്ലുമൊക്കെ തന്നിരിക്കുന്നത് തൻ്റെ ഉപജീവനം മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ടാവരുത്. സ്വന്തമായി അധ്വാനിച്ച് പ്രകൃതിയിൽ കൃഷി ചെയ്തും ഉൽപ്പാദിപ്പിച്ചും ഒക്കെ തൻ്റെ ഉപജീവനം നടത്താൻ സാധിക്കുകയും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉൽപ്പാദിപ്പിച്ച് അവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുകയും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർവോദയത്തിൻ്റെ സാമൂഹ്യ വീക്ഷണം എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.